പ്രശസ്ത ഫോറൻസിക് സർജൻ ഡോക്ടർ ഷേർലി വാസു അന്തരിച്ചു. 68 വയസ്സായിരുന്നു. വീട്ടിൽ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയ ഡോക്ടറെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരിച്ചു. CK വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. വിജയൻ, കോളിളക്കമുണ്ടാക്കിയ നിരവധി കേസുകളിൽ ഫോറൻസിക് സർജനായിരുന്നു. സൗമ്യ വധക്കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ സർജനായി പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല, സംസ്ഥാനത്തെ ആദ്യ വനിതാ ഫോറൻസിക് സർജൻ കൂടിയാണ് ഷേർലി വാസു. എന്താണ് വിശദ വിവരങ്ങൾ? തീർച്ചയായും അതെ. കാരണം ഒട്ടേറെ പ്രത്യേകതയുള്ള ജീവിതമായിരുന്നു അവരുടേത്. ഒരു വനിതാ ഫോറൻസിക് സർജൻ എന്നതിന് അപ്പുറത്തേക്ക് ഒരുപക്ഷെ കേരളത്തിലെ കേസന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് അവരുടെ പേരും പ്രശസ്തിയും മുഴുവൻ നിലകൊള്ളുന്നത്. കേസന്വേഷണത്തിന് ഇത്രയും സഹായകമായ രീതിയിലുള്ള കണ്ടെത്തലുകൾ നടത്തിയ ഒരു ഫോറൻസിക് സർജൻ ഒരുപക്ഷെ കേരളത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. ഇനിയും ഉണ്ടാകുമോ എന്ന കാര്യം പോലും സംശയമാണ്. അത്രമാത്രം ആത്മാർത്ഥതയും അർപ്പണബോധത്തോടു കൂടിയും ഈ മേഖലയിൽ പ്രവർത്തിച്ച ഒരു വനിതയാണ് അവർ. കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഉൾപ്പെടെ അവർ നേടിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, പരിയാരം മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് തുടങ്ങിയ മെഡിക്കൽ കോളേജുകളിലെല്ലാം തന്നെ ഈ ഫോറൻസിക് വിഭാഗവുമായി ബന്ധപ്പെട്ട് അവർ പ്രവർത്തിക്കുകയും ചെയ്തു. തൃശ്ശൂരിൽ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ആയിരിക്കെയാണ് അവർ വിരമിക്കുകയും ചെയ്യുന്നത്. അത് അവരുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ അവരുടെ ജോലി സംബന്ധമായ കാര്യമാണെങ്കിൽ സൗമ്യ വധക്കേസ് ഉൾപ്പെടെ, ഗോവിന്ദചാമിയുടെ ഫീച്ചേഴ്സ് ഉൾപ്പെടെ, ആലപ്പുഴയിലെ ശ്രീകല കൊലക്കേസ് ഉൾപ്പെടെ, ഈ പറയുന്ന കാസർഗോഡ് ഉണ്ടായിരുന്ന സഫിയ കൊലക്കേസ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ നിരവധി കോളിളക്കമുണ്ടാക്കിയ കേസുകളിലൊക്കെ ഫോറൻസിക് സർജനായി പ്രവർത്തിച്ചിരുന്നു ഡോക്ടർ ഷേർലി വാസു. ഏറ്റവും ഒടുവിൽ ഗോവിന്ദചാമി ജയിൽ ചാടിയ സമയത്ത് പോലും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വളരെ പ്രശസ്തയായ ഒരു ഫോറൻസിക് ഡോക്ടറുടെ വിയോഗമാണ് ഉണ്ടായിരിക്കുന്നത്. വിശദവിവരങ്ങൾ നൽകിയത് CK വിജയനാണ്.